ബലദിലേക്കാണ് പോണത്. ഗോൾഡ് നോക്കണം, ഇക്കാക്കൊരു വാച്ച് നോക്കണം, പിന്നെ കുറച്ച് പർച്ചേസിങ്ങും. ഇവിടെ ഇപ്പോൾ ജിദ്ദയിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വെറുതെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുകയും ചെയ്യാം. ബലദിലാണ് ഹിസ്റ്റോറിക്കൽ ജിദ്ദ ഉള്ളത്. ഇവിടുത്തെ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളും എല്ലാം അതുപോലെ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിണ്. അപ്പോൾ ബലത് കാണണമെന്ന് താല്പര്യമുള്ളവർ നമ്മളെ കൂടെ പോരിട്ടോ. പിന്നെ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എന്താ അറിയോ? ഇതാണ് തലവെട്ട് പള്ളി. നമ്മൾ മലയാളികൾ ഇതിനെ തലവെട്ട് പള്ളി എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇവിടുന്നാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആൾക്കാരെ തല വെട്ടുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് അങ്ങനെ ഒരു പേര്. ഈ കാണുന്നത് ഒരുപാട് വർഷം മുന്നുള്ള ബിൽഡിങ്ങുകളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഹിസ്റ്റോറിക്കൽ ജിദ്ദ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ജിദ്ദ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പർച്ചേസിന് പോകണോണ്ട് വേറൊരു ഭാഗം മാത്രമാണ് കാണുന്നത്. ഇവിടെ ഉള്ളതും എല്ലാം പഴയ ബിൽഡിങ്ങുകൾ തന്നെയാണ്. ഓരോ ഷോപ്പും കാര്യങ്ങളും ഒക്കെ പഴയ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഉള്ളിൽ മാത്രം ഇൻറ്റീരിയറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയതാണ്. പുറമേ കാണാൻ പഴയ ബിൽഡിങ്ങുകൾ തന്നെയാണ് എല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്ന് നമ്മൾ വാച്ചിൻ്റെ ഷോപ്പിലെത്തിയിട്ടോ. ഇനി നമുക്ക് ഗോൾഡ് സൂക്കിൻ്റെ ഉള്ളിലേക്കാണ് പോവാനുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ എൻട്രൻസിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഇത് വെച്ചിന് കേട്ടോ. ഇവിടെ വന്നവർക്കറിയാം, ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ നിന്നാണ് ഗോൾഡ് സൂക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ മലബാർ ഗോൾഡാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മൊത്തവും ഗോൾഡുകളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗോൾഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊന്നും നമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇവിടെ സൗദികൾ ഇതൊക്കെ ഇടുന്നാണ് പറയുന്നത് ഓരോ കല്യാണത്തിനൊക്കെ. ഇത് കണ്ടോ, ഈ ഷോപ്പുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും പൊളിക്കാതെ ഉള്ളിലെ ഇൻറ്റീരിയർ മാത്രം ജസ്റ്റ് മാറ്റിയിട്ട് പുറമേ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതാണ് ഇതെല്ലാം. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഉള്ളിലേക്ക് നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ബിൽഡിങ്ങുകളുണ്ട്. നമ്മളിങ്ങനെ പോയാൽ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങുകൾ കാണുമ്പം അതിങ്ങനെ നോക്കി നിൽക്കും. നല്ല രസമല്ലേ അത് കാണാൻ. ഞാൻ എന്തായാലും ഒരു ദിവസം ഹിസ്റ്റോറിക്കൽ ജിദ്ദ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ ഇതാ ഞാനൊരു ബ്രേസ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ജ്വല്ലറിയിൽ കയറിയിട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ മഹറിൻ്റെ ലോക്കറ്റ് ഉണ്ടാക്കിയത്. പല മോഡലിൽ നമ്മൾ പറഞ്ഞ അതേപോലെ ഇവർ ലോക്കറ്റ് ഉണ്ടാക്കി തരും. ഞാൻ അറബിയിലാണ് എഴുതിയത്. അറബി എഴുത്ത് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ
ഇവിടുന്ന് സൗദിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാനാദ്യം ബ്രേസ്ലെറ്റ് നോക്കി, പക്ഷേ ഇവിടെ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ട മോഡലൊക്കെ ഫുള്ള് ലൈറ്റ് വെയ്റ്റ് ആണ്. എനിക്ക് സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടിയിട്ടൊരു ബ്രേസ്ലെറ്റ് ഇനി നോക്കിയത്, പക്ഷേ അതിനെ പറ്റിയ ബ്രേസ്ലെറ്റ് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ കൈമേലുള്ള ഈ വള അതുപോലത്തത് നോക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അതാണെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇനി. ഇവർ സൗദികൾ കൂടുതലും ഈ ഒരു മോഡൽ വളമാണ് വാങ്ങണത്. അത് വരുമ്പോഴത്തേനും അപ്പം തന്നെ പോകുമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇറങ്ങി വേറെയും കുറച്ച് ജ്വല്ലറീസിലൊക്കെ കയറി നോക്കി, പക്ഷേ ഈ വള എവിടുന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്നൊക്കെ ബ്രേസ്ലെറ്റും നോക്കിയിട്ടോ. അപ്പോൾ എല്ലായിടത്തും നല്ല ലൈറ്റ് വെയ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ ഗോൾഡിന് ഇത്രയും വില കൂടിയതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ലൈറ്റ് വെയ്റ്റ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ പണ്ടത്തെ മോഡൽ സച്ചിന് അതേപോലത്തെ ഒക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പം ഞാൻ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പെർഫ്യൂമിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. വാങ്ങാനൊന്നല്ല, വെറുതെ കയറിയതാ. ഇക്കാക്കക്ക് ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പെർഫ്യൂമിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട് ഇക്കാക്കക്ക്. എപ്പം പോയാലും ഇങ്ങനെ കണ്ടാൽ വാങ്ങണം എന്ന് ഇങ്ങനെ തോന്നും. അപ്പം ഞാൻ പറയൂ, ആദ്യം വീട്ടിലുള്ളത് കഴിയട്ടെ എന്നിട്ട് പുതിയത് വാങ്ങാമെന്ന് പറയും. അത്രയ്ക്കും ഇഷ്ടമാണ് പെർഫ്യൂം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഏതൊക്കെ നല്ല സ്മെല്ല് അത് ഇത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല സ്മെല്ലുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരാൾ പുതിയ ഷോപ്പായതുകൊണ്ട് വീഡിയോ ഷൂട്ട് എടുക്കണത് കണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഒന്നിവിടെ കയറി വെക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാമല്ലോ. ഇവിടെ ഫുള്ള് ജെൻസിൻ്റെ ഐറ്റംസ് ആണേ. ഒരു പാൻറ്റും ഒരു ടീഷർട്ടും എന്തൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞാനിത് പല ടൈമിനായിട്ടാണ് വോയിസ് ഓവർ കൊടുത്തത്, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം.